ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പൗലോ മാഷിൻ്റെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു പോർഷൻ്റെ റിവിഷനാണ് നടത്തുന്നത്. അപ്പോൾ നമ്മളിന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുകയും ചെയ്ത് അപ്പോൾ റിവിഷനും ആകും, നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാനൊരു സെല്ലിനെ ഞാനിങ്ങനെ കാണിച്ചു. ആ സെല്ല് കാണിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു സെല്ലും ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ആയിട്ട് കാണിക്കണം. കാരണം എല്ലാ ബാറ്ററിക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ സ്വന്തമായിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെയാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെല്ല് കാണിച്ചു, അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഈ സെല്ലിൻ്റെ മാത്രം വോൾട്ടേജാണ് സെല്ലിൻ്റെ EMF E. ഓക്കെ, സെല്ലിൻ്റെ EMF E. അപ്പോൾ അതുകൂടാതെ അതിൻ്റെ ഉള്ളിലൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉള്ളത് കാരണം ഈ EMFൻ്റെ ഒരു ഭാഗം ഇത് നശിപ്പിച്ച് കളയും. അത് കാരണമാണ് EMFൻ്റെ അതിന് ലോസ്റ്റ് വോൾട്ടേജ് കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നത്. കുറച്ച് വോൾട്ടേജ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ട് ബാക്കിയുള്ള വോൾട്ടേജ് മാത്രമേ ഈ ടെർമിനലിലൂടെ നമുക്ക് പുറത്തേക്ക് കിട്ടുള്ളൂ. ആ പുറത്ത് കിട്ടുന്ന വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വോൾട്ടേജ്. അപ്പം ഇത് ഓർത്തിരിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് സെല്ലിൻ്റെ ഉള്ളിലുള്ള EMFൻ്റെ അകത്ത് നിന്ന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മൂലം നഷ്ടപ്പെട്ടു പോകുന്ന ലോസ്റ്റ് വോൾട്ടേജ് കുറച്ചാലാണ് നമുക്ക് ടെർമിനൽ വോൾട്ടേജ്, നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന വോൾട്ടേജ് കിട്ടുള്ളൂ. ഈ പുറത്തേക്ക് കിട്ടുന്ന വോൾട്ടേജ് ആയിരിക്കും നമ്മളിവിടെയുള്ള ബൾബിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു എക്സ്റ്റേണൽ ലോഡ് റെസിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്. റെസിസ്റ്ററാണ് എടുത്തിരിക്കുന്നത്, അവിടെ ഒരു ബൾബ് വെച്ചാലും ഓക്കെ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഈ പുറത്ത് കിട്ടുന്ന വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വോൾട്ടേജ്. നഷ്ടപ്പെടുന്ന വോൾട്ടേജാണ് ലോസ്റ്റ് വോൾട്ടേജ്. അപ്പം ആക്ച്വലി അതിൻ്റെ ഉള്ളിലുള്ള വോൾട്ടേജ് ആയിരുന്നു EMFൻ്റെ അതിന് ലോസ്റ്റ് വോൾട്ടേജ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ടെർമിനൽ വോൾട്ടേജ് കിട്ടിയത്. അപ്പോൾ ഇനി ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. EMF എന്ന് പറഞ്ഞാൽ E തന്നെ നമ്മൾ എഴുതുന്നു. ഇനി ഇവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന വോൾട്ടേജ്, ആ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് V = I × R ആണ്. ഇപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ r, കറണ്ട് I. പിന്നെ ടെർമിനൽ വോൾട്ടേജ്, ഇതിലെ കറണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വന്ന് ഈ റെസിസ്റ്ററിലൂടെ കയറും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? I × R ചെയ്യണം. I × R. പുറത്തുള്ള ലോഡിനെ ഞാൻ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് കൊണ്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ആയി. അപ്പോൾ E - IR ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IR കിട്ടും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇനി ഈ പ്രോബ്ലം ഒന്ന് വായിച്ച് നോക്കി. ഇവിടെ ഒരു സെല്ലുണ്ട്. സെല്ലിൻ്റെ EMF ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 10 വോൾട്ടേജാണ്. അപ്പോൾ E എന്ന് പറഞ്ഞ വാല്യൂ 10 ആണ്. പിന്നെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 തന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ഓം ആണ്. പിന്നെ ഈ സെല്ലിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവാണ് 0.5 ആംപിയർ എന്നത്. അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാല്യൂ ഓഫ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, ഇവിടെയുള്ള ലോഡ്, ഈ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി ഓരോന്നോരോന്ന് ജസ്റ്റ് എടുത്ത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആൻസർ കിട്ടും. EMFന് പകരം 10, കറണ്ടിന് പകരം 0.5 ആംപിയർ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് പകരം 3 ഓം, പിന്നെ കറണ്ട് വീണ്ടും 0.5 ആംപിയർ തന്നെ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് 0.5നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 1.5 എന്ന് കിട്ടും. 10ൽ നിന്ന് 1.5 കുറച്ച് കഴിഞ്ഞാൽ 8.5, അതിനെ 0.5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 17 ഓം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടി. ഇവിടുന്ന് സാധാരണ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചത്. ഇവിടുന്ന് അപ്പം തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ടെർമിനൽ വോൾട്ടേജ്. അത് നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ടെർമിനൽ വോൾട്ടേജ് ക്യാപിറ്റൽ V = I × R ചെയ്യണം. Iയുടെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് 0.5 ആണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ആറിൻ്റെ വാല്യൂ കൂടി കണ്ടുപിടിച്ചു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ടെർമിനൽ വോൾട്ടേജ് കിട്ടും. ഇവിടുന്ന് സാധാരണ ചോദിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, EMFും വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ വേണ്ടി പഠിക്കണം. എന്താണ് EMFും വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ്? അപ്പം അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് EMF എന്നും വോൾട്ടേജ് എന്നും വിളിക്കുന്നത്. ഇനി ഏതാണ് കണ്ടീഷൻ എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കണം. ഓഫ് എ സെൽ ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത്? EMF. ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ്. അപ്പോൾ EMFും വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചോ. ഇത് എഴുതാൻ വേണ്ടി പഠിക്കണം. ഇത് എഴുതേണ്ടത് ഇങ്ങനെയാണ്: പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ഓഫ് എ സെൽ ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട് ഈസ് EMF. ഇങ്ങനെ വേണം എഴുതാൻ. ഓപ്പൺ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഒഴുകുമോ? കറണ്ട് ഒഴുകില്ല. അത് കാരണമാണ് നോ കറണ്ട് ഫ്ലോ എന്ന് എഴുതിയിരിക്കുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ട് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഒഴുകും. കറണ്ട് ഈസ് ഫ്ലോയിങ്.
അപ്പം സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഉള്ള ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വോൾട്ടേജ്. സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകാത്ത സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF. ഇതിൻ്റെ ഉള്ളിൽ വലിയ സംഖ്യ EMFും വോൾട്ടേജ് ചെറിയ സംഖ്യ ആയിരിക്കും. ഈ EMFിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ലോസ്റ്റ് വോൾട്ടേജ് കുറയ്ക്കുമ്പോഴാണ് ടെർമിനൽ വോൾട്ടേജ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് നോട്ടാക്കി എഴുതി വയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ ഇവിടെ ഞാനൊരു ടെർമിനൽ വോൾട്ടേജിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും കൂടി ആൻസർ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ.